ഇലക്ട്രിസിറ്റി കൊണ്ടുണ്ടായ തീ അണയ്ക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ച് ശ്രമിച്ചാൽ അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ സാധ്യതയുണ്ടോ? ഇതൊരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്ന ചോദ്യമാണ്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു മൈ ചാനൽ Shishiram Engineering Services. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഈ വീഡിയോയിൽ. ഇലക്ട്രിസിറ്റി മൂലമുണ്ടാകുന്ന തീ അണയ്ക്കാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതിന്റെ ഉത്തരം തീർച്ചയായും നമ്മുടെ വീടുകളിലും മറ്റും ഒരു തീ അണയ്ക്കാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് വെള്ളം തന്നെയാണ്. പക്ഷേ ഇത്തരം ഷോർട്ട് സർക്യൂട്ട് അല്ല നോർമൽ തീ തന്നെ ആവട്ടെ, വെള്ളം ഉപയോഗിച്ച് ഡയറക്റ്റ് കെടുത്താൻ ശ്രമിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രയോറിറ്റിയാണ് അവിടേക്ക് പോകുന്ന ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ DB ഓഫ് ചെയ്യുക. എന്നിട്ട് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. ഈവൻ അവിടെ തീ പിടിച്ച് ഇലക്ട്രിസിറ്റി മൂലം അല്ലെങ്കിൽ കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഏത് തീ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി മൂലം ഉള്ളതോ അല്ലാതെയോ തീ ആവട്ടെ, അവിടെ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മെയിൻ സ്വിച്ചും മറ്റും ഓഫ് ചെയ്ത് അങ്ങോട്ടേക്കുള്ള സപ്ലൈ ഐസൊലേറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഐ ഹോപ്പ് ഈ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ വ്യക്തമായി ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സും കൺസൾട്ടൻസിയും ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Shishiram Engineering Service നിങ്ങളുടെ പുതിയ വീടിന്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിന്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിന്റെ കോൺഡ്യൂട്ട് പൈപ്പിന്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിന്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിന്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് എവിടേക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റിനും അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോയിൽ കണ്ടന്റ് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളും ഈ വീഡിയോയിലുണ്ടായ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.